അച്ഛൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാവും മോനെ. ഓ, നീ എന്ത് ജോലി ചെയ്താലും അച്ഛൻ അഭിമാനോ. ഭാമേ, നീ എന്തൊക്കെയാ ചെയ്യുന്നേ? സത്യഭാമയോട് മത്സരിക്കാൻ മകൻ തുടങ്ങുന്ന തട്ടുകടയ്ക്ക് എന്റെ അനുഗ്രഹവും ആശീർവാദവും ഉണ്ടായില്ല. ഇല്ലെങ്കിൽ വേണ്ടടാ. തനിയെ നിൽക്കാനുള്ള തണ്ടലുറപ്പുണ്ടാവണം. അമ്മയുടെയും കുഞ്ഞമ്മയുടെയും ഒന്നും അനുഗ്രഹവും ആശീർവാദവും വാങ്ങിച്ചിട്ടല്ല ഞാൻ ഈ നിലയിലായതേ. രാഘവൻ നായരുടെ മകനാണെന്ന് തെളിയിക്കടാ. നീ തെളിയിക്കണം. അർജുൻ, ഞാൻ വരും വിഷ്ണു. സ്റ്റാറ്റസ് നോക്കിയല്ല ഈ അർജുൻ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ സ്റ്റേറ്റിലെ ലീഡിംഗ് അഡ്വക്കേറ്റാ ഈ അർജുൻ ശങ്കർ. എന്റെ അമ്മ പുത്തേടത്ത് തറവാടിന്റെ മേനിയൊക്കെ പറയുമെങ്കിലും എന്റെ അച്ഛന് ഗൾഫിൽ എന്താ ജോലിയെന്ന് പുറത്ത് പറയാറില്ല. പേരുകേട്ട പല തറവാടുകളുടെയും പ്രമാണിമാരുടെയും അടിക്കല്ലിളക്കി നോക്കിയ ആരുടെയെങ്കിലുമൊക്കെ കഠിനാധ്വാനത്തിന്റെയും കണ്ണീരിന്റെയും ചോരയുടെയൊക്കെ കറ പതിഞ്ഞു കിടക്കുന്നത് കാണാം. അതിന് മുകളിൽ ചവിട്ടി നിന്നിട്ടാ ഓരോരുത്തരും അഹങ്കരിക്കുന്നത്. മോളെ, ഏട്ടനെ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോവാ. ഏട്ടൻ പറയുന്നത് കേൾക്കണ്ടോ? മോളുണ്ടാവില്ലേ ഏട്ടന്റെ കൂടെ? ചേട്ടാ, ശരി, ഞാൻ ഇറങ്ങാച്ച. ശരിയടാ. പ്രീതി, കുഞ്ഞെ, മോളെ, പ്രീതി, പ്രീതി, മോളെ. ഈ അനുഗ്രഹം നിനക്ക് ധാരാളം മതിയടാ.
കോമയിലാണെങ്കിലും മനസ്സുകൊണ്ട് പ്രീതി നിന്നോടൊപ്പം ഉണ്ട്. ജയിച്ചു കാണിക്കണം മോനെ, ജയിച്ചു കാണിക്കണം. മതി മോളെ, ഏട്ടൻ ഇത് ധാരാളം മതി. ഈ ഏട്ടൻ ജയിച്ചു കാണിക്കും. അപ്പൊ അത് കണ്ട് ഈ കൈ കൊണ്ട് തന്നെ എന്റെ മോള് കൈയടിക്കണം കേട്ടോ. പോയിട്ട് വരാം മോളെ. അർജുൻ, നിന്റെ ഭാര്യ വെയിലുള്ളിക്കല്ല അത്യാവശ്യം. നിന്റെ അമ്മ പറഞ്ഞതുപോലെ നിന്റെ അമ്മായിമ്മയെ കൊണ്ട് തളം വെക്കടാ. പിള്ളേ സാർ വാ. സത്യാമ്മയ്ക്ക് മോനോട് വെറുപ്പുണ്ടായതുകൊണ്ടാവില്ല അങ്ങനെ പെരുമാറിയത്. ശരിയാ, വീട് വിട്ടിറങ്ങിപ്പോയതിനൊരു സങ്കടം ഉണ്ടാവും, പക്ഷെ ദേഷ്യം ഉണ്ടാവില്ല. ഇപ്പൊ അതുമായി അവരുടെ മനസ്സ് പൊരുത്തപ്പെട്ടിട്ടുണ്ടാവും. വെല്ലുവിളിച്ചിട്ടായാലും ഇറങ്ങിപ്പോയ മകൻ നശിച്ചു പോണോന്ന് ഒരമ്മയെ ആഗ്രഹിക്കില്ല, അങ്ങനെ പ്രാർത്ഥിക്കേയില്ല. പത്രോച്ചായന്റെ മില്ലിലെ ജോലി സത്യാമ്മ ഇടപെട്ട് കളയിച്ചു എന്നുള്ളത് സത്യമാ. ജോലിയുടെ മാഹാത്മ്യത്തെ പറ്റിയൊക്കെ പറയുന്നെങ്കിലും സത്യാമ്മയുടെ മോന് ചെയ്യാൻ കൊള്ളാവുന്ന ജോലിയാണോ മോൻ അവിടെ ചെയ്തോണ്ടിരുന്നത്? മോന് തന്നെ അതിലൊരു കുറച്ചില് തോന്നിയത് കൊണ്ടല്ലേ സൂപ്പർവൈസർ ആണെന്ന് ശാലിനിയോട് കള്ളം പറഞ്ഞത്. മോൻ തന്നെ അന്ന് പ്രസംഗിച്ചതുപോലെ പറക്കം മുറ്റിയ കുഞ്ഞുങ്ങളെ തള്ളപ്പക്ഷി കൊത്തി ഓടിക്കും. അപ്പൊ ഇത്തിരി വേദനിച്ചാലും ജീവിതത്തിൽ ജയിച്ചു കാണാൻ വേണ്ടിയിട്ടാ അത്. കൊത്തേൽക്കുന്ന കുഞ്ഞിന്റെ ശരീരത്തെക്കാൾ കൊത്തുന്ന അമ്മയുടെ മനസ്സ് മുറിപ്പെടുന്നുണ്ട്. ചുമടെടുപ്പ് നിർത്തി ഇന്നിപ്പോ മോനൊരു റെസ്റ്റോറന്റിന്റെ ഉടമയായത് സത്യാമ്മയോടുള്ള വാശിയുണ്ടല്ലേ? അതറിഞ്ഞ് ആ അമ്മ മനസ്സ് സന്തോഷിച്ചിട്ടുണ്ടാവും. പക്ഷെ പുറത്ത് കാട്ടാൻ പറ്റില്ല. ആ വാശി പെട്ടെന്ന് കെട്ടടങ്ങിപ്പോയാലോ? മോൻ ഇനിയും ഉയരങ്ങളിൽ എത്തണമെന്ന് തന്നെയാ ആ അമ്മയുടെ ആഗ്രഹം. ഇതൊക്കെ നമ്മുടെ കണക്കൂട്ടിൽ മാത്രമാവും ശാരദാമ്മേ.
അങ്ങനെ ചെയ്തത് ഇതുകൊണ്ടാവുന്നൊക്കെ. സത്യത്തിന് ചിലപ്പോ അതുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവണമെന്നില്ല. എന്റെ അമ്മയുടെ സ്വഭാവം എന്താന്ന് വെച്ചാ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് അമ്മ ചെയ്യും. അത് മറ്റുള്ളവരെ ബാധിക്കുമെന്നോ മുറിവേൽപ്പിക്കുമെന്നോ ഒന്നും അമ്മ ചിന്തിക്കാറില്ല. അതിനെപ്പറ്റി മറ്റുള്ളവർ എന്തു ചിന്തിച്ചാലും അതാണ് അമ്മയുടെ ശരി. അത് മാത്രം. ചെറുപ്പം മുതലേ അത് കണ്ടു വളർന്നുകൊണ്ട് എന്നെ ഇതൊന്നും വേദനിപ്പിക്കില്ല. പിന്നെ എല്ലാത്തിനും വിധി എന്നൊന്നുണ്ട്. ശാലിനിയുടെ താലിമാല പണയം വെച്ച് തുടങ്ങിയ റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്യാനുള്ള നിയോഗം അത് ശാരദാമ്മയ്ക്ക് തന്നെയാ. അയ്യോ മോനെ, ഞാൻ വരാം. പക്ഷെ ഉദ്ഘാടനം എന്നൊക്കെ പറയുമ്പോ ഈ ഉദ്ഘാടനം എന്ന് പറഞ്ഞാ നാടമുറിക്കലൊന്നുമില്ല. ശാരദാമ്മ ഈ കുടുംബശ്രീ ഹോട്ടലിലെ ദൈവചിത്രങ്ങൾക്ക് മുമ്പില് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാറില്ലേ? ആ, അതുപോലെ ചെറിയൊരു പ്രാർത്ഥന. പിന്നെ അടുപ്പിലേക്ക് ഇത്തിരി തീ കൊടുക്കണം. കഴിഞ്ഞു. അതോ ഇനി കുടുംബശ്രീ ഹോട്ടലിലെ ഐശ്വര്യം അങ്ങോട്ട് ഇറങ്ങി പോകുന്നൊരു ഭയം ഉണ്ടാ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല മോനെ. കുടുംബശ്രീക്കൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ ഐശ്വര്യം ഉണ്ടാകണമെന്നാ എന്റെ പ്രാർത്ഥന. ആ, അപ്പൊ അതങ്ങനെ തീരുമാനിക്കാം. അല്ല ശ്യാമ? അല്ല, ശ്യാമ നാളെ വരില്ലേ? എനിക്ക് നാളെ എക്സാമാ വിഷ്ണുവേട്ടാ. അയ്യോ, എക്സാം. എന്തായാലും എക്സാം കളയണ്ട. അല്ല, ശാരിക എവിടെ? അകത്തുണ്ട്. എന്നാ ഞാനൊന്ന് വിളിക്കണമെന്ന് പറ. ആ വലിയച്ചി, വിഷ്ണുവേട്ടൻ വിളിക്കുന്നുണ്ട്. മനസ്സുണ്ടെങ്കിൽ ഒന്ന് വന്ന് കണ്ടിട്ട് പോ. എനിക്കെന്നും ഓരോ തീ തന്നുകൊണ്ടിരിക്കുക ദൈവം. നിങ്ങൾ കഷ്ടിച്ചൊരു കര പറ്റിയെന്ന് തോന്നുമ്പോ വേറൊരിടത്ത് മറ്റൊരു ദുരന്തം. ആ, അതെന്റെ വിധി. അവളെവിടെ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, വരുമെന്ന് എനിക്കറിയില്ല. ശാലിനി ഞാനും കൂടി ഒരു മൊബൈൽ റെസ്റ്റോറന്റ് തുടങ്ങുന്നുണ്ടേ. അപ്പൊ അതിന്റെ ഉദ്ഘാടനം നാളെ. സാധിക്കുമെങ്കിൽ ശാരദാമ്മയ്ക്കൊപ്പം ശാരികയും വാ. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എന്തിനാ ശാരിക സ്വന്തം ജീവിതം ഇങ്ങനെ കല്ലിലടിച്ച പൂക്കുല പോലെ തകർക്കുന്നേ? ആർക്കും വേണ്ടാത്തൊരു ജന്മം ഇത്. വിഷ്ണുട്ടം വിളിച്ചപ്പോ ഞാൻ കരുതിയത് വീണ്ടും ഒരു വിചാരണയ്ക്ക് വേണ്ടിയാണെന്നാ. നോക്ക്, വിചാരണയ്ക്കൊന്നും ഞാനില്ല. പക്ഷെ ഒന്നു മാത്രം പറയാം. എന്ത് പ്രകോപനത്തിന്റെ പേരിലാണെങ്കിലും സ്വന്തം ഭർത്താവിന്റെ ചേർത്തടിക്കാൻ പാടില്ലായിരുന്നു. ഈ നാട്ടിലുള്ള സകലമാന പേരെയും ചേർത്ത് എന്നെ അപവാദം പറഞ്ഞു. അനിയത്തിയുടെ ഭർത്താവാണെങ്കിലും ഞങ്ങൾക്കില്ലാതെ പോയൊരു ചേട്ടന്റെ സ്ഥാനത്ത് ഞാൻ കാണുന്ന വിഷ്ണുവേട്ടനെ ചേർത്തുകൂടി അപവാദം പറഞ്ഞ ഞാൻ എന്റെ കെട്ടിപ്പിടിച്ചു വെക്കണോ? അതും എന്റെ അമ്മയുടെ അനിയത്തിയുടെ മുമ്പിൽ വെച്ച്. അത്രയും സഹനശേഷിയൊന്നും എനിക്കില്ലാതെ പോയി വിഷ്ണുവേട്ടാ.
പച്ചക്കറി എടുത്ത്. അയ്യോ അച്ഛനെ ഞാൻ മറന്നതാ. വേഗം ആയിക്കോട്ടെ, പെട്ടെന്ന് ചെയ്യ്. അത് കഴിഞ്ഞു. ഒന്ന് വേഗം തീർക്കണേ. റെസ്റ്റോറന്റ് ഉദ്ഘാടനം ഒന്ന് കഴിഞ്ഞോട്ടെ. ആ പെട്ടെന്ന് തീർത്ത് കാണിക്കും. ഉദ്ഘാടനം കഴിഞ്ഞ് പെട്ടെന്ന് ഇപ്പൊ എന്ത് തീർക്കാനാ? ഇവിടെ ഉണ്ടാക്കുന്ന ഇഡ്ഡലിയും ദോശയൊക്കെ അല്ലാതെ എന്താ? ദേ ചേച്ചി, എന്റെ വീക്ക്നെസ് കയറി പിടിക്കല്ലേ. അതുകൂടെ തുടക്കടാ. ശാലിനി, ശാരദാമ്മ. ആ അമ്മ വന്നല്ലോ. എത്രയായി? 80. വേണ്ട 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 വേണ്ട, ഞാൻ കൊടുത്തോളാം. അയ്യോ വേണ്ട മോനെ, ഞാൻ കൊടുക്കാം. വേണ്ട, അത് അവിടെ ഇരിക്കട്ടെ, ഞാൻ കൊടുക്കാം. അമ്മേ ചേട്ടാ എത്രേ? 80. ആ ദാ. ബാക്കി അതുകൊണ്ട് ബാക്കി ഓ, ശരി. വെച്ചോ. നല്ല ആളാ. ഏറ്റവും ആദ്യം വരേണ്ട ആൾ ഇപ്പോഴാണോ വരുന്നേ? ഈ അമ്മ അല്ലെങ്കിൽ എപ്പോഴും അങ്ങനെയാ അല്ലേ? ഒരു പുതിയ തുടക്കമല്ലേ മക്കളെ? അമ്പലത്തിൽ പോയി രണ്ടാളുടെയും പേരിൽ ഒരു അർച്ചന നടത്തി. മോനെ ആ ശാരദമേ, എനിക്കും. നീ കുളിച്ചോടാ? ആ കുളിച്ച്. ആ അവനാ അത്യാവശ്യം. അവന്റെ തലയൊന്ന് തണുക്കട്ടെ, മൊത്തം ചൂടായി കിടക്കുക. വിജിലെ നീയും വാ. അവൾക്ക് തുറന്ന ശാരദമേ. പോടാ. ചുമ്മാ പറഞ്ഞതല്ല, അവള് കുളിക്കാറില്ല. പോടാ അവിടുന്ന്. ഇവര് തമ്മിൽ എപ്പോ നോക്കിയാലും കീരിയും പാമ്പും ആണല്ലോ. അതല്ലേ ശാരദാമ്മ ഒരു രസം. ഞങ്ങളും അങ്ങനെയായിരുന്നു, ഞാനും പ്രീതി. ഇപ്പൊ ഒന്ന് കാണാൻ പോലും. അച്ഛനെ, നല്ലൊരു ദിവസമായിട്ട് സെന്റ് ഇട്ട് കലക്കല്ലേ. ഹേയ്, എല്ലാം ശരിയാവും മോനെ. പ്രീതി പഴയതുപോലെ എഴുന്നേറ്റ് നടക്കും, സംസാരിക്കും. സത്യാമ്മയ്ക്കും നിങ്ങളോടുള്ള പിണക്കമൊക്കെ മാറും. സത്യാമ്മ വരുന്നുണ്ടല്ലോ. അമ്മ വരില്ലെന്നാണല്ലോ പറഞ്ഞേ. എടോ അച്ഛൻ. അച്ഛൻ അച്ഛാ, മക്കളെ മക്കളെ അച്ഛാ. അല്ല, യാത്രയൊക്കെ അച്ഛാ അച്ഛാ ഇരിക്ക്. ഇരിക്കും. സൂക്ഷിച്ച്. നമസ്കാരം രാഘവട്ടാ. നമസ്കാരം ശാരദാമേ. ആ ശാരദാസ് കഫേ അല്ലേ? പേര് വിഷ്ണുവേട്ടന്റെ നിർബന്ധ. നന്നായി മക്കളെ. ഇതിലും നല്ലൊരു പേര് ഈ റെസ്റ്റോറന്റിന് കിട്ടാനില്ല. ഐശ്വര്യം ഉണ്ടാവും ശാരദാമ്മയുടെ കൈപുണ്യത്തിന്. പിന്നെ ശാലിനി ഉണ്ടല്ലോ. ശാലിനി മോളോടെ? അവള് ഇന്ദുമതി അമ്മയുടെ അടുത്തുണ്ട് അർജുനേട്ടാ. ഇപ്പൊ അവള് ഇന്ദുമതി അമ്മയായിട്ട് നന്നായിട്ട് ഇണങ്ങി. ഞാനില്ലെങ്കിലും കുഴപ്പമില്ലെന്നായിട്ടുണ്ട്. ആ കമലിന് വിജിലേക്ക് ഉണ്ടല്ലോ. ഇതാ പറയുന്നത്, ദൈവം അങ്ങനെ ആരെയും കൈവിടില്ല എന്ന്. അച്ഛാ, നമുക്കെന്നാ വിളക്കെത്തിച്ചു തുടങ്ങിയാലോ? ആ അങ്ങനെ ആവട്ടെ. ഇനിയിപ്പോ ഇവിടെ ആരും വരാനൊന്നുമില്ലല്ലോ അല്ലേ? അല്ല സത്യാമ്മ